നിങ്ങളിപ്പോഴും അവസാനമായിട്ടൊരു കത്ത് എഴുതിയത് ആർക്കാ എഴുതിയെന്നൊക്കെ ഓർമ്മ ഉണ്ടോ? ഇപ്പോഴത്തെ കുട്ടികൾക്കിതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. പക്ഷേ നമ്മുടെ ഒരു 90s കിഡ്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ ചെറുപ്പകാലത്തിൽ നമ്മൾ കണ്ടത് ഇൻലാൻഡ് എന്നാണ് അത്, പക്ഷേ ഇല്ലൻ്റ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കൽ. പിന്നെ പോസ്റ്റ് കാർഡ്സ്, പിന്നെ കത്ത് തന്നെ എഴുതി നമ്മൾ ഒരു കവറിലൊക്കെ ഇട്ട് സ്റ്റാമ്പൊക്കെ ഒട്ടിച്ച് അയക്കുന്നത്. അന്നൊക്കെ സ്റ്റാമ്പ് വാങ്ങുക എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. കാരണം ചൂസ് ചെയ്യാൻ പറ്റും ഏത് സ്റ്റാമ്പ്. അതിനൊക്കെ ഓരോ റേറ്റും ഡിഫറൻസ് ഉണ്ടാവും. നമ്മൾ ദൂരേക്കാണ് അയക്കുന്നതെങ്കിൽ കുറച്ച് റേറ്റ് കൂടിയ സ്റ്റാമ്പ് വാങ്ങണം, അടുത്തേക്കാണെങ്കിൽ വേറെ ചെറിയ സ്റ്റാമ്പ് വാങ്ങിയാൽ മതി. പക്ഷേ അതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ പോസ്റ്റ് ഓഫീസിൽ പോയി അത് കൊടുക്കുന്നതും അതൊക്കെ ഒരു ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. ഇതേപോലെ നമ്മുടെ വീട്ടിൽ പോസ്റ്റ്മാൻ വന്നിട്ട് നമുക്കായിട്ടൊരു കത്തൊക്കെ അതിലുണ്ട് എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ഭയങ്കരമായിരുന്നു. കാരണം പണ്ടത്തെ കസ്റ്റമൈസ്ഡ് പേഴ്സണലൈസ്ഡ് ഗിഫ്റ്റ് എന്ന് പറയുന്നത് തന്നെ കത്തുകളാണ്. എസ്പെഷ്യലി ഗ്രീറ്റിംഗ് കാർഡ്സ്. നമ്മളൊരു വിശേഷം ഉണ്ടാകാൻ വേണ്ടി കാത്തിരിക്കും, അവരുടെ ബർത്ത്ഡേ, ഇനി അല്ലെങ്കിൽ നമുക്ക് ക്രിസ്മസ് ടൈം അല്ലെങ്കിൽ ന്യൂ ഇയർ ടൈം, അങ്ങനെ എന്തെങ്കിലും ഒരു സെലിബ്രേഷന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. ആ ഒരു ന്യൂ ഇയർ സമയത്തൊക്കെ അവർക്കുള്ള കത്ത് അവരുടെ കയ്യിൽ കൊടുക്കാതെ നമ്മളിങ്ങനെ പോസ്റ്റായിട്ട് അയക്കുമ്പോൾ ഒരു ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവും. കാരണം അത് റിസീവ് ചെയ്തതിന് ശേഷം അവരുടെ ഒരു റിപ്ലൈ കാത്ത് നമ്മളിരിക്കും. അങ്ങനത്തെയൊക്കെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്തായാലും ഇവിടെ ഞാൻ എൻ്റെ ഒരു കൊലീഗിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു പോസ്റ്റ് കാർഡ്. ആളുടെ ബർത്ത്ഡേ ആയിരുന്നു ആൻഡ് ഷീ ലവ് ടു റീഡ് എ ലോട്ട്. അപ്പോൾ അങ്ങനെ ഒരാൾക്ക് ഒരു ലെറ്റർ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ് ഈ ഒരു പോസ്റ്റ് കാർഡ് തിങ്. അപ്പോൾ ഈ പോസ്റ്റ് കാർഡ് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തത് മീഷോന്ന് വാങ്ങിയ കുറച്ച് തിങ്സാണ് കേട്ടോ. ഫസ്റ്റത്തെ ഒരു കവർ പേജ് ആയിട്ട് യൂസ് ചെയ്തത് ജേർണൽ പേപ്പേഴ്സാണ് കേട്ടോ. സോ ആ ജേർണൽ പേപ്പേഴ്സിൻ്റെ ആ ഒരു ബുക്ക്ലെറ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഒരു ഡിഫറെൻറ്റ് സ്റ്റിക്കേഴ്സ് വരുന്ന ഒരു ബുക്ക്ലെറ്റും. സോ അതിൽ കുറേ നല്ല നല്ല സ്റ്റിക്കേഴ്സ് ഉണ്ട്, പക്ഷെ അധികം വീട് തീം അങ്ങനെയൊക്കെയാണ് വന്നത്. എന്തായാലും രണ്ടും നല്ല തന്നെയാണ്. പിന്നെ ഈ ഒരു സെറ്റാണ് എനിക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള, എൻ്റെ ജേർണലിങ്ങിനാണെങ്കിലും ഇങ്ങനെ എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യാനാണെങ്കിലും ഏറ്റവും അധികം ഞാൻ യൂസ് ചെയ്ത സ്റ്റിക്കേഴ്സ് എന്ന് പറയുന്നത് ഈ ഒരു സെറ്റ് എന്നാണ് കേട്ടോ. ആൻഡ് ദേ ഓൾ ആർ റിയലി അഫോർഡബിൾ. സോ ലിങ്ക് വേണ്ടവർക്ക് കമൻറ്റ് ചെയ്യാം. ആൻഡ് ഇതിൽ ഞാൻ ജസ്റ്റ് ഒരു ബുക്ക് മാർക്കും ബ്രേസ്ലെറ്റാണ് കേട്ടോ വെച്ചത്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ ഒരു പോസ്റ്റ് കാർഡ് ഐഡിയ?